പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ചാനലിലിടുന്ന വചനങ്ങൾ കേട്ട് ചില പ്രാർത്ഥന ആവശ്യങ്ങൾ ഇട്ടിട്ടുള്ളതിൽ ചില കമൻസുകളിൽ നിന്നൊക്കെ വായിക്കാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കുടുംബ ജീവിതം നയിക്കുന്നവർ ഭാര്യയാകാം, ഭർത്താവാകാം, അവർ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ദാമ്പത്യ വിശ്വസ്തത പാലിക്കാതെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ പുറകെ പോവുക, അല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് മറ്റൊരാളുടെ പുറകെ പോവുക, ഇങ്ങനെ പല കാര്യങ്ങൾ മൂലം തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ ആ കുടുംബത്തിൽ വീഴുന്ന കണ്ണുനീരിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവിത പങ്കാളിയെ നമ്മുടെ മരണം വരെയും നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നാം കൈപിടിച്ച് കൊണ്ട് നടക്കേണ്ടവരാണ്. ചിലപ്പോൾ വിശ്വാസിയായ ഭാര്യയാകാം, അല്ലെങ്കിൽ അവിശ്വാസിയായ ഭർത്താവാകാം. ഇവരിൽ ആരെങ്കിലും ഒരാൾ വിശ്വാസിയോ അവിശ്വാസിയോ ആകാം. അപ്പോൾ ഇവരിൽ ഈ ഉത്തരവാദിത്വം, അവിശ്വാസിയായ ഭാര്യയെ വിശ്വാസിയാക്കേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. നേരെ തിരിച്ചും അങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിശ്വസ്തരായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും വിശ്വസ്തരായി തീരുകയുള്ളൂ. അപ്പോൾ ഈ കമൻസൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് ആരുത്തരവാദിത്വം പറയും? അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഒരുമിച്ച് കുടുംബത്തിൽ വളരേണ്ട കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള അനേകായിരം കുടുംബങ്ങൾ, അനേകായിരങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിൽ കൂടുതൽ കാണും. അപ്പോൾ ഈ കുടുംബങ്ങളൊക്കെയും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്, കുടുംബജീവിതത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കുടുംബങ്ങളും ദൈവം സ്ഥാപിച്ചതാണ്. കുടുംബം ദൈവം സ്ഥാപിച്ചതാണ്. അപ്പോൾ കുടുംബം ഒരു ചെറിയ സഭയാണ്. ആ സഭയെ വിശുദ്ധിയിലും വെടുപ്പിലും കാത്തു സൂക്ഷിക്കേണ്ടത് ഭാര്യയും ഭർത്താവുമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി കുടുംബജീവിതത്തിൽ അത്യാവശ്യമാണ്. 1 കൊരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ അനുവർത്തിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച് അവിടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി നമുക്ക് മറ്റ് അശുദ്ധിയിലൂടെ ആ ശരീരത്തെ നശിപ്പിക്കുവാനായിട്ട് യാതൊരുവിധ അവകാശവുമില്ല. നമ്മൾക്കറിയാം, നമ്മൾ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധത്തിലൂടെ നമ്മുടെ ശരീരത്തിലാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ആ ശരീരത്തിൽ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരുടെയും ശരീരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കുടുംബജീവിതത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്താതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മുടെ മരണം വരെയും
സുഖത്തിലും ദുഃഖത്തിലും കൈപിടിച്ചു കൊണ്ട് നടക്കുവാനായിട്ട്, നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിശുദ്ധരായി ജീവിക്കുവാനായിട്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടുമുള്ള ചുമതലകൾ എല്ലാവർക്കും കൃത്യമായി ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.